സ്വരഹീന വീണയിൽ നീ ശ്രുതി മീട്ടി മഞ്ജുവാണി ഈ മാറിൽ മുഖം ചേർത്തു സുരലോകമൊന്നു തീർത്തു സുരലോകമൊന്നു തീർത്തു ഉതിരുന്നു മന്ദമന്ദം ഉതിരുന്നു മന്ദമന്ദം ദ്യുതി നിൻ മുഖാരവിന്ദം അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ഓവറോൾ പാട്ട് എനിക്ക് പാട്ടായിട്ട് കേൾക്കുമ്പം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ ആ ഒരു സംഗതികളും ഗമകം എല്ലാം വന്നപ്പം പെർഫെക്റ്റ്ലി ലൈക്ക് ആ പാട്ട് മാതിരി തന്നെ പെർഫോം ചെയ്തു. പക്ഷെ എനിക്ക് ഇഷ്ടമാവാത്തൊരു കാര്യം ഞാൻ പലപ്പോഴും ബി ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തായിരിക്കാം? കറക്റ്റ്. പാട്ട് മാത്രമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. പക്ഷെ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ കഴുത്ത് സ്ട്രെയിൻ ചെയ്ത് ശരിക്കൊരു ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യോ, ഈ കുട്ടി എന്തിനാണ് ഈ പാട്ട് എടുത്തത്, പറ്റാത്തൊരു പാട്ടാണോ അങ്ങനെ തോന്നുക. അപ്പോൾ അത് ഈ പാട്ടിൻ്റെതായ ഒരു കുഴപ്പമല്ല. അത് ബി ലക്ഷ്മി ഏതൊരു ഹൈ പിച്ച് പാട്ട് പാടുമ്പോഴും ബി ലക്ഷ്മിയുടെ കഴുത്ത് ഇങ്ങനെ ഇതാവുന്നുണ്ടോ? സർ അത് റീസൺ പറഞ്ഞോട്ടെ? പറയൂ. അത് ചെറുതിലെ തൊട്ടേ ഞാൻ കൂടുതലായിട്ടും ക്ലാസിക്കലാണ് പാടാറുള്ളത്. അപ്പം നല്ല രീതിയിൽ ബേസ് വോയിസ് ഉണ്ട്. അപ്പം നാച്ചുറലി കുറച്ചൊരു സ്കെയിലൊന്ന് പൊന്തുമ്പോഴത്തേക്കും അങ്ങനെ ആയി പോണതാണ്, സ്ട്രെയിൻ വരുന്നതാണ്. ഇപ്പൊ കുറച്ചും കൂടിയും ഭേദപ്പെട്ടിട്ടുണ്ട്. മുമ്പേ ലക്ഷ്മി പാടുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വലുതായി വരാറുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ടിലൊക്കെ. അതൊക്കെ ഇപ്പൊ കുറേയൊക്കെ അതൊക്കെ പോയി. ഇതും കൂടെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്ത് ഐ തിങ്ക് ഷീ ഈസ് ഗുഡ്. യെസ്, ഷീ ഈസ് വെരി ഗുഡ്. പാട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് പാടി. ഇപ്പം ഈ പറഞ്ഞ കറക്ഷൻ എന്താണെങ്കിലും ചെയ്യണം. നമ്മൾ പിന്നീട് ഒരു പ്ലേബാക്ക് സിംഗിങ്ങിന് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ മൈക്രോഫോൺ സ്റ്റുഡിയോയിൽ ഒരിക്കലും നമ്മൾക്കനുസരിച്ച് പൊങ്ങില്ല. മൈക്രോഫോൺ ഒരു ഫിക്സഡ് പൊസിഷനിലായിരിക്കും. അപ്പോൾ ഹൈ പിച്ചിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൈക്കിൻ്റെ ആ ഒരു റേഞ്ചിൽ നിന്ന് ഔട്ടാവും, പ്ലേസ്മെൻറ്റ് ഔട്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശരി. സംഗീതിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ഡിഫറെൻറ്റ് വോയിസ് ഉണ്ട്. വെരി യുണീക്ക് വോയിസ് യു ഹവ് ഗോട്ട്. പിന്നെ പാടിയ രീതിയും ഇറ്റ് ഇസ് വെരി ടഫ് സോങ്. വളരെ നന്നായിട്ട് പാടി.
പിന്നെ എനിക്ക് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ചെറിയൊരു കംപ്ലയിൻറ്റ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഈ ഒരു സ്ട്രെയിൻ എടുക്കുന്നൊരു പാടുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പാടുന്ന പോലെ തോന്നി. അതൊരു പക്ഷേ ഈ കഴുത്ത് താഴെ വെച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നു. സോ യു ബെറ്റർ ട്രൈ ഫോർ ദാറ്റ്. ഒരു കാര്യം കൂടെ ഒരു താഴെ വയ്ക്കാനല്ല, കുറച്ച് താഴോട്ട് നോക്കി. ഒരു കാര്യം കൂടെ, അതായത് ലക്ഷ്മി പാടുന്ന സമയത്ത് പിണങ്ങിയിട്ട് പാടുന്ന പോലെ ഒരുരോഗ് അങ്ങനെ പാടുന്നത്. അത് ഞാൻ ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചെറിയൊരു അതിപ്പോ ഒരുരോഗ് ലോലു ഗോത്രി എന്നാ പാടുന്നത്. ഞാൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ സ്റ്റൈലാണ്. അപ്പോൾ അതൊന്ന് തുറന്നു പാടിയ. അല്ല, വോയിസിന്റെ അല്ല പറഞ്ഞത് കേട്ടോ, വോയിസ് നല്ല ജെനുവിൻ ആണ്. ഇയാളുടെ വോയിസ് തന്നെയാണ് പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന സംഗതികളും വളരെ ജെനുവിൻ ആയിരിക്കും. അപ്പം അത് ഇറ്റ് ഈസ് ദയർ, ഇറ്റ്സ് വെരി ഗുഡ്, വളരെ പോസിറ്റീവാണത്. ഞാൻ പറഞ്ഞത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈ ഒരു അങ്ങനെ പാടണ്ട, അനുരാഗലോല ഗാത്രി എന്ന് പാടിയാൽ മതി പറയാം, ഓന്ന് പറയണ്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.